ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു കിച്ചൺ കാർണിവൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് മലായി പനീറാണ്. വെറും 5 മിനിറ്റ് മതി നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട്. ജോലിക്ക് പോകുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് പ്രത്യേകമായിട്ട് നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഒരു 150 ഗ്രാം പനീർ എടുക്കാം. പനീർ ക്യൂബായിട്ട് കട്ടാക്കിയതാണ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് 1/2 ടീസ്പൂൺ. പിന്നെ അതിൻ്റെ കൂടെയുള്ളത് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ്. ഇനി വേണ്ടുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, അതല്ലെങ്കിൽ പാകത്തിന് ഉപ്പ്. ഇനി വേണ്ടുന്നത് 1/2 ടീസ്പൂൺ കസൂരി മെത്തിയാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് തൈരാണ്. പിന്നെ ഒരു 1/2 കപ്പ് ക്രീം. ആദ്യം തന്നെ നമുക്ക് പനീറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ജീരകപ്പൊടി കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഇനി നമുക്ക് പെപ്പർ പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ഇത് പൊട്ടിപ്പോകാതെ ഒന്ന് സൂക്ഷിക്കണം. പനീർ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു മൈക്രോവേവ് ഓവനിലേക്ക് വെക്കാം. അതിനുശേഷം ഇതൊരു 2 മിനിറ്റ് മൈക്രോവേവ് ചെയ്യണം. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. പനീർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തൈര് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രഷ് ക്രീം 1/2 കപ്പാണ്. അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കണം. ഇത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കസൂരി മെത്തി ഒന്ന് ചേർത്ത് കൊടുക്കണം. അത് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഞെരടിയിട്ട് വേണം ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാലേ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരുള്ളൂ. ഇനി നമുക്കിത് മൈക്രോവേവിൽ വെച്ച് വീണ്ടും ഒരു 2 മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് സൈഡിൽ നോക്കിയാൽ കാണാം, ചെറുതായിട്ട് ഒരു ഓയിലൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. അങ്ങനെ ആ ഓയിൽ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ്. അപ്പോൾ 5 മിനിറ്റ് പോലും എടുത്തില്ല നമുക്ക് ഈ കറി റെഡിയാക്കാനായിട്ട്. മൈക്രോവേവിൽ 4 മിനിറ്റ്, പിന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ആക്കാനായിട്ട് 1 മിനിറ്റ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.